സാരി എനിക്ക് ചേരുന്നുണ്ടോ? ഈ വേഷത്തിൽ താൻ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നല്ല, ഇപ്പൊ കണ്ട ഒരു നവവധുവിനെ പോലെ തന്നെയുണ്ട്. അയ്യേ, ഇതൊന്നൊരു വേഷമാക്കിച്ചു. പുതിയ ഷർട്ട് ഇട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇതൊക്കെ എന്തിനാ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മതിയെന്ന്. പോരാ, അഖിലയുടെ ഹസ്ബൻഡായി അഭിനയിക്കാൻ ഇത്രയും ഗ്ലാമർ പോരാ. ഊരിക്കേ. ഇനി ഇതങ്ങോട്ടിട്ടെ. കണ്ടോ, ഇപ്പൊ സുന്ദര കുട്ടനായി. കണ്ണാടിയിൽ നോക്കി. ഇപ്പൊ കറക്റ്റ് മാച്ച്. മെയ്ഡ് ഫോർ ഈച്ച്. അയ്യോ, ഒരു കാര്യം മറന്നു. അത് വേണ്ട. ഒരു പെണ്ണിന്റെ നെറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ. ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട. മനസ്സാരെത്തി. ഗുഡ് ഈവനിങ് ചേച്ചി, വരൂ അകത്തോട്ടിരിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കുടില്? കുടിലോ? ഇതൊരു കുട്ടി കൊട്ടാരല്ലേ. താങ്ക്സ്. മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു വളരെ ഇന്നസെന്റ് ആണെന്ന്. ആണോ? എന്താ ഒരു താങ്ക്സ് കൂടെ. എന്നാ കിച്ചുവിനൊരു ഇത്തിരി കള്ളത്തനുണ്ടെന്ന്. താങ്ക്സ്. അയ്യോ, കള്ളത്തരോ? അതെന്താ? ഒരു കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് ഒളിച്ചു വെച്ചു. എന്ത് കാര്യം? കല്യാണ കാര്യം. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അത് ഞാനും അറിഞ്ഞില്ല. അല്ല, ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തോണ്ട് ആരെ അറിയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വരികയായിരുന്നു. കിച്ചു നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ്. അത് ഒറ്റ ദിവസം കൊണ്ട്. അല്ല, ഈ കല്യാണം പെട്ടെന്നായതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ആക്കി പറയുകയായിരുന്നു. ഇപ്പൊ ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ട്? അഖില വരച്ചതാ? അഖില പെയിന്റ് ചെയ്യൂ? പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത അഖിലല്ലേ? മനസ്സിലായില്ലേ? ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്. ഹലോ, വരൂ ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ടോട്ടൽ കുളമാക്കി. എങ്ങനെ? ഓവർ എക്സ്പെൻസ്, ഓവർ എക്സ്പ്രഷൻ. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക്? ഗ്രേറ്റ്. അഖില എന്താ ഇരിക്കാത്തത്? അതെ, അഖില ഇരിക്കൂ. നമ്മളുടെ എന്തിനാണ് ഒരു ഫോർമാലിറ്റി അല്ലേ? ഞാൻ ഇരുന്നോളാം. അല്ല, മനസ്സാർ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കൂ സാർ, എല്ലാം സാറിന്റെ പണം തന്നെയാണ്. അല്ല, സാറ് തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നിങ്ങൾ ഹണിമൂൺ എവിടെയാ പോയത്? ഹണിമൂൺ എവിടെയാ സാറ് പോയത്? ഊട്ടിയില്. നിങ്ങളുടെ ഹണിമൂൺ ഞാനെങ്ങനെ അറിയുന്നു? അല്ലേ, ഹണിമൂൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ സാറ് സമ്മതിക്കണ്ടേ. ജോലി തിരക്കേ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേനി മോഡലിംഗ് ഉപേക്ഷിക്കോ? ഉപേക്ഷിച്ച മനുസാർ കൊഴിയില്ലേ? അല്ലേ സാറേ? അതെ അതെ, അഖില കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലല്ലേ. മാത്രവുമല്ല, കരിയർ ഇസ് കരിയർ അല്ലേ? അല്ല, ചേച്ചിയും സുന്ദരിയാണല്ലോ, എന്നിട്ടെന്താ മോഡലിംഗ് ചെയ്യാത്ത? അതിന് മനുവായിട്ട് സമ്മതിക്കണ്ടേ? അതെന്താ സാറേ, സാറിന് മോഡലുകൾ വലിയ ഇഷ്ടമല്ലേ? ചിക്കൻ ഫ്രൈ നിറയെ കയറി. സാറ് വെള്ളം കുടിക്കും? അതെ, താമര സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. സാറിന് ഞാൻ വെള്ളം കുടിപ്പിക്കാം. കിച്ചു പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. ഞാൻ വെള്ളം കുടിപ്പിക്കാം. പോയി സ്വീറ്റ്സ് എടുത്തു. ഞാൻ വെള്ളം കുടിച്ചോളാം. പഞ്ചാരക്കുട്ടപ്പന് സ്വീറ്റ് തിന്നു. ഐസ്ക്രീം റെഡിയാണോ മാഡം? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയേ ചെയ്യരുതെന്നല്ലേ മനസ്സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? ഭർത്താവ് ചമ്മലൊക്കെ അവരുടെ മുന്നിൽ മതി. എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ, ഇതെടുത്ത് മുഖത്തൊഴിച്ചു തരും ഞാൻ. ഒരു ഡാർലിംഗ്. എഴുന്നേറ്റുള്ളൂ. അയ്യോ, എഴുന്നേറ്റോ? ദാ ഐസ്ക്രീം. സോറി, തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല. താങ്ക്സ്. അയ്യോ, മനു എഴുന്നേക്കുവാണോ? അത് പറ്റില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കൂ മനു, പ്ലീസ്. എന്നാ മനസ്സാർ കഴിക്കൂ. അയ്യോ സാർ, ഞാൻ അറിയാതെ. അയ്യോ സാർ, ഷർട്ടിലെല്ലാം ആയി. ഐസ്ക്രീം അല്ലേ? ഞാൻ തുടച്ചു തരാം. കുഴപ്പമില്ല. അയ്യോ, പോയില്ല. മതി, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം. എന്തിനാ ഇത്ര ധൃതി? അയ്യോ, എവിടേക്കേ പോകുന്നത്? ഇവിടെ ഇരിക്കൂ. പോയോ? ഇനി
എപ്പോഴാ കാണുന്നത്? ആ നിക്കൂന്നേ. ഫുഡ് കുറച്ച് ഓവറായി പോയി. ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ മനോട്ടാ? അതെ അതെ അതെ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു സ്നാപ്പ്. രണ്ടുപേരും ചേർന്ന് തന്നെ. ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. ഇത് പഴഞ്ചൻ ക്യാമറ. ഇതൊക്കെ മതി. എനിക്ക് ആൽബത്തിൽ സൂക്ഷിക്കാനാ. പോസ്റ്റ് ചെയ്തേ. നിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ല കിച്ചു, തോളി കൈയിട്ട് നിൽക്കാൻ. തോളി കൈയിടണ്ട, തോളി കൈയിടണ്ട. അത് ഔട്ട് ഫാഷൻ. ഔട്ട് ഫാഷൻ, ഔട്ട് ഫാഷൻ. കിച്ചു കൈയിട്ടെ. തോളി കൈയിടാൻ. സ്മൈൽ പ്ലീസ്. കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ശിവം പറ. മാല പൊട്ടിപ്പ്. സത്യം പറ. സത്യമനാശനെ അതിലാദ്യം പഠിച്ചത്. അതല്ല, ഇനി സത്യൻ പറ. തെളിച്ചു പറ. പിടിച്ചു പറീ. അപ്പോ MTS കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മാസ്റ്റർ ഓഫ് ടെക്നോളജിക്കൽ സ്റ്റഡീസ്. കളവ്, ചതി, പിടിച്ചുപറി, കിഡ്നാപ്പിംഗ് എന്നീ മേഖലയിൽ നിങ്ങളുടെ പ്രാവീണ്യം തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി ഫീൽഡിൽ ഇറങ്ങാം. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ. കളം ഏതായാലും കളവ് നന്നായാൽ മതി. ഗുഡ് ബൈ. ഇനി നമുക്ക് പിരിയാം. സത്യ, ശിവ, നിങ്ങളും എന്നെ ഇട്ടേച്ച് പോവുകയാണോ? എന്റെ ശിക്ഷകണങ്ങളിൽ ഏറ്റവും മിടുക്കന്മാരാണ് നിങ്ങൾ. ഈ സ്ഥാപനം ഇനി നടത്തേണ്ടത് നിങ്ങളാണ്, അല്ല നമ്മളാണ്. സത്യൻ, ശിവൻ, സുന്ദരൻ എന്ന പുണ്യനാമത്തിൽ നമ്മൾ ഇനി അറിയപ്പെടും. ഓക്കെ? കനകത്തിന് കവിത നിറയും കലവറ. ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. ഹായ് കിച്ചു. നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല? ഒരല്പം തിരക്കുണ്ടതാ. നിക്കുന്നേ. എന്താ, ഭാര്യയോട് പിടക്കാണോ? അത് കൊള്ളാം. ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്. 7 സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞ പറ്റില്ല. എങ്ങനെയാലും അത് ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. വർമാജി, പണവും നേരവും പാഴാവുന്നതല്ലാതെ ഒരിക്കലും ഇവളൊന്ന് പിടിതരുന്നില്ലല്ലോ. അതാ പെങ്കൊച്ചിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം പറ. എന്നാ അങ്ങനെ തൊടാം. രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും. അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനെ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, ഓ, താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കിയാണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. റഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ പുറപ്പെടണം. അല്ല, ഇത്ര പെട്ടെന്ന് പോണോന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല, എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ പോയെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലെ ഇപ്പൊ അല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് 2-3 ദിവസമായി ഞാനും ആലോചിക്കാൻ. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് ട്യൂബ്ലൈറ്റ് ആണ്, ട്യൂബ്ലൈറ്റ്. നിനക്കിത് എന്തിന്റെ സൂക്കേടാക്കിച്ചു? എടാ, കനകമൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവളെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ, അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ, നിനക്കറിയില്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ, കുമ്പളം നടന്നത് കുരു എടുക്കാനല്ലോ,
പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ, പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് 1-നോടോ 10-നോടോ 100-നോടോ ചേരുമ്പോ അത് 10ആയും 100ആയും 1000ആയിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ഇനി 2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താൽ മതി. എടാ ജീവ, എന്താ നീ അറിഞ്ഞ എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനസ്സാറ് പോണ്ടിച്ചേരിക്ക് പോണു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ് ഉണ്ട്. ഇതും പറഞ്ഞതല്ലേ, നിനക്കെന്താ വട്ടായ? പക്ഷെ രഞ്ജു ചേച്ചി പോകുന്നില്ല. എടാ, ഇതിന്റെ ഇടയിൽ രഞ്ജി ചേച്ചി എങ്ങനെ വന്നു? എടാ മണ്ട, ബാല് പുറകിലുണ്ട്. ആക്ട് ചെയ്യ്, ആക്ട് ചെയ്യ്. ഓ, രഞ്ജു ചേച്ചി. ആ. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനസ്സാറ് നാളെ പോണ്ടിച്ചേരി പോകുന്നു. ഒപ്പം കുറെ മോഡൽസും. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം രഞ്ജു ചേച്ചി എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെ വേണമെങ്കിലും പോട്ടെ. കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ പോണ്ടിച്ചേരി അയാള് പോയി. പോട്ടെ. കേട്ട് കാണൂല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന്? സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി ഗോവിന്ദ.